Dear student, Assalamu alaikum. In this video class, we continue our chapter Rational Numbers. Previous class, we discussed these topics. Okay, previous class, we discussed closure property. Closure property of all numbers, integers, rational numbers. ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ ചെക്ക് ചെയ്യുക. അഡീഷൻ്റെ കേസിലാണെങ്കിൽ എ പ്ലസ് ബി, എ ബി എന്ന രണ്ട് ഹോൾ നമ്പേഴ്സ് സെലക്ട് ചെയ്യും, ആഡ് ചെയ്ത് നോക്കും. ആൻസർ നമുക്കൊരു ഹോൾ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് ആണെന്ന് പറയും. അതർവൈസ് നോട്ട് ക്ലോസ്. ഓക്കെ, ദെൻ എ മൈനസ് ബി. സബ്ട്രാക്ഷൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക. എ മൈനസ് ബി, എ ബി എന്നുള്ള രണ്ട് ഹോൾ നമ്പേഴ്സ് എടുക്കും. ഹോൾ നമ്പേഴ്സിന്റെ കേസിലാണെങ്കിൽ എ മൈനസ് എയും ബിയും ഹോൾ നമ്പേഴ്സ് എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് നോക്കും അല്ലേ. അപ്പൊ നമുക്ക് എഗെയിൻ ഒരു ഹോൾ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ ക്ലോസ്ഡ് ആണെന്ന് പറയും, അതർവൈസ് നോട്ട് ക്ലോസ്. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എ ഇൻറ്റു ബി, എയും ബി രണ്ട് ഹോൾ നമ്പേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ആൻസറിൽ ഹോൾ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് ആണെന്ന് പറയും, അല്ലെങ്കിൽ നോട്ട് ക്ലോസ്. സെയിം എ ഡിവൈഡഡ് ബൈ ബി. ഓക്കെ, അത് നമ്മൾ ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ ചെക്ക് ചെയ്തു, ഇന്റിജേഴ്സിന്റെ കേസിൽ ചെക്ക് ചെയ്തു, റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ എന്താണ് വേണ്ടത്? ക്ലോസ്ഡ് ആണ്. ഏതൊക്കെ കേസിലാണ്? അഡീഷന്റെ കേസിലും മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ക്ലോസ്. All numbers are closed under addition and multiplication, not closed under subtraction and division. All numbers not closed under subtraction and division. Okay, then integers in the case. In the case of integers, closed under addition and subtraction. Okay, integers are closed under addition and subtraction and also multiplication. അഡീഷന്റെ കേസിലും ക്ലോസ്ഡ് ആണ്, സബ്ട്രാക്ഷന്റെ ക്ലോസ്ഡ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ക്ലോസ്ഡ് ആണ്. ഇൻഡിജേഴ്സിലെ രണ്ട് ഇൻഡിജേഴ്സ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് ഇൻഡിജേഴ്സ് എഗെയിൻ ഒരു ഇൻഡിജേഴ്സ് ആൻസർ കിട്ടുന്നത് നമ്മൾ ക്ലോസ്ഡ് ആണെന്ന് പറയും. അതേപോലെ രണ്ട് ഇൻഡിജേഴ്സിന്റെ സബ്ട്രാക്ട് ചെയ്ത് നോക്കും, നമുക്ക് എഗെയിൻ ഒരു ഇൻഡിജർ ആണ് കിട്ടുന്നത്, നമ്മൾ എന്താ പറയും? ക്ലോസ്ഡ് ആണെന്ന് പറയും. അതേപോലെ തന്നെ സെയിം മൾട്ടിപ്ലിക്കേഷൻ, ബട്ട് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. Integers are not closed under division. Integers are not closed under division. Okay, then next, rational numbers. Rational numbers is closed under addition, subtraction, multiplication. Rational numbers are closed under addition, multiplication, subtraction, but not closed under division. രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു റാഷണൽ നമ്പർ ആണ് കിട്ടുന്നത് അല്ലേ, അതുകൊണ്ട് ക്ലോസ്ഡ്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു റാഷണൽ നമ്പർ ആണ് കിട്ടുന്നത്, നമുക്ക് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സബ്ട്രാക്ഷന്റെ കേസിലും രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്ത് സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇനി ടു റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എഗെയിൻ റാഷണൽ നമ്പേഴ്സ് ആണ് നമുക്ക് ആൻസറിൽ വരുന്നത്, അതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണെന്ന് പറയും. മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും സബ്ട്രാക്ഷന്റെ കേസിലും അഡീഷന്റെ കേസിലും, ബട്ട് നോ ക്ലോസ് അണ്ടർ ഡിവിഷൻ. ഡിവിഷന്റെ കേസിൽ നമ്മൾ പ്രീവിയസ് കാലത്ത് എക്സാമ്പിൾ ആണ്, 0 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ട് ഡിഫൈൻ എന്നായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് ഈ കേസ് നമ്മൾ എന്താ പറയുക? നോട്ട് ക്ലോസ്ഡ്. റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഓക്കെ, പ്രീവിയസ് ക്ലാസ് നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നിങ്ങൾക്ക് ദിസ് ഓൺ യുവർ നോട്ട് ബുക്ക് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, the next section you want to discuss commutative property. Commutative property. Commutative property of rational numbers. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക? അഡീഷന്റെ കേസിലായിക്കോട്ടെ, സബ്ട്രാക്ഷന്റെ കേസിലായിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷന്റെ കേസിലായിക്കോട്ടെ, ഡിവിഷന്റെ കേസ്, ഓൾ കേസസ് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുക? നോക്കാം. A and B are two whole numbers or integers or rational numbers.
അപ്പോൾ നമ്മൾ അഡീഷന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അഡീഷന്റെ കേസിൽ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയും? കമ്മ്യൂട്ടേറ്റീവ്. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ഈ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയും? കമ്മ്യൂട്ടേറ്റീവ്. അഡീഷന്റെ കേസിൽ. സബ്ട്രാക്ഷന്റെ കേസിലാണെങ്കിലോ? A and B are two whole numbers or integers or rational numbers, and A minus B equal to B minus A. Check A minus B equal to B minus A. If yes, A minus B equal to B minus A, go and commutative under subtraction. ഇങ്ങനെ അല്ലെങ്കിലോ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് A minus B equal to B minus A എന്നുള്ള ഫോം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ്. കേസ് ഓഫ് സബ്ട്രാക്ഷൻ. Then next, multiplication. A and B, two integers or rational numbers, all numbers. Then check A into B equal to B into A. If A into B equal to B into A, then it's commutative. Otherwise, not commutative. Okay, case of division. A divided by B equal to B divided by A. A and B are two whole numbers or two rational numbers, two integers. Then A divided by B equal to B divided by A. ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. അത് ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, examples. Select two whole numbers 3 and 2. Then 3 plus 2 equal to 2 plus 3. 3 plus 2 5. 2 plus 3 5. Yes. 3 2 whole numbers. അപ്പോൾ അത് നമ്മൾ 3 plus 2 ചെയ്യുമ്പോഴും 5 ആണ്. ഇത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും, അതായത് 2 ഫസ്റ്റ് 3 സെക്കൻഡ് വന്ന് ആഡ് ചെയ്യുമ്പോഴും 5. അപ്പോൾ നമ്മൾ എന്താ പറയുക? യെസ്. ഒരു എക്സാമ്പിൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 2 whole numbers 1 and 0. 1 plus 0 equal to 1. Then change ചെയ്യുക പൊസിഷൻസ്. 0 plus 1 equal to 1. So, in case of addition, all numbers are commutative. All numbers are commutative under addition. Clear? The next. Subtraction. Check ചെയ്യാം നമുക്ക് subtraction. Select two whole numbers. whole numbers-ന്റെ കേസിലാണ് നമ്മളിത് ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അഡീഷൻ ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ആണോ, യെസ് ഓർ നോ. അതേപോലെ തന്നെ സബ്ട്രാക്ഷന്റെ കേസിൽ ഹോൾ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണോ, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഹോൾ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണോ, ഡിവിഷന്റെ കേസിൽ ഹോൾ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അഡീഷന്റെ കേസിൽ കണ്ടു അല്ലേ? യെസ്, കമ്മ്യൂട്ടേറ്റീവ്. ബിക്കോസ് A plus B equal to B plus A സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഹോൾ നമ്പേഴ്സിന്റെ അഡീഷന്റെ കേസിൽ ഹോൾ നമ്പേഴ്സ് ആ കമ്മ്യൂട്ടേറ്റീവ്. ദെൻ നെക്സ്റ്റ് സബ്ട്രാക്ഷന്റെ കേസിൽ ഹോൾ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, select two whole numbers 3 and 2. Then 3 minus 2 equal to 1. A minus B, 3 minus 2 equal to 1. Then question ചെയ്തിട്ട് നമുക്ക് start ചെയ്യാം. B minus A means 2 minus 3 equal to what? 2 minus 3 equal to minus 1. 2 minus 3 equal to minus 1. Here A minus B not equal to B minus A.
A minus B not equal to B minus A in case of subtraction. Therefore, all numbers are not commutative under subtraction. All numbers are not commutative under subtraction. Okay, then next, multiplication. Select two all numbers 5 and 3. Then 5 into 3 equal to 15. And change was saying B into A. 5 B into A. 3 into 5 equal to 15. So A into B equal to B into A. Therefore, all numbers are commutative under multiplication. All numbers are commutative under multiplication because A into B equal to B into A. Here A into B equal to B into A. Okay. Then next, division. Select two whole numbers 5 and 10 divided 10 and 5. 10 divided by 5, that is 10 by 5 equal to 2. Question B divided by A. Find B divided by first and A divided by B gets 2. Okay. Then next B divided by A means 5 divided by 10. 5 divided by 10. 5 divided by 10 equal to 5 by 10 equal to 1 by 2. 1 by 2 not whole number. Okay. Therefore, A into here, A divided by B not equal to B divided by A in case of division. A divided by B not equal to A divided by B not equal to B divided by A. Therefore, all numbers are not commutative under division. All numbers are not commutative under division. കാരണം ഈ കേസിൽ നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഡിവിഷന്റെ കേസ് രണ്ട് ഹോൾ നമ്പേഴ്സ് സെലക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Therefore, all numbers are not commutative under division. Clear? First, all numbers are commutative under addition. All numbers are commutative under multiplication. All numbers are not commutative under division. Clear? The next, integers. ഇന്റിജേഴ്സിന്റെ കേസിൽ ഇന്റിജേഴ്സ് അഡീഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്, സബ്ട്രാക്ഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ്, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ഓർ നോട്ട്. ഇൻ കേസ് ഓഫ് ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് ഓർ നോട്ട് ചെക്ക്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അഡീഷൻ. ലുക്ക് അഡീഷൻ. സെലക്ട് two integers. Select two integers. For example, 3 and -1.
3 and minus 1 are two integers. Okay, then add these two integers. 3 plus minus 1 equal to 2 equal to 2. 3 minus 1 2 integers, then add these two integers, we get 2. 3 plus minus 1 2. Again നമുക്കൊരു ഇൻറ്റിജർ തന്നെ കിട്ടി അല്ലേ. വേറൊരു എക്സാമ്പിൾ നോക്കാം. 2 and 3 ആഡ് ചെയ്ത് നോക്കാം. 2 plus 3 equal to 5. Okay, 2 plus 3 equal to 5. Then 3 plus 2 equal to 5. 2 plus 3 equal to 5 and 3 plus 2 equal to 5. 1 2 3 and minus 1. 3 and minus 1. 3 and minus 1. Then 3 plus minus 1 equal to 2. Okay, then change position. Minus 1 plus 3 equal to 2. പഠിക്കുന്ന കേസിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണോ നമ്മൾ ചെക്ക് ചെയ്യാം. ഈ കേസിൽ ഇൻഡിജേഴ്സ് ആണ് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നത്. രണ്ട് ഇൻഡിജേഴ്സ് ആണ് ഇവിടെ എന്റെ ബിന്റെ പ്ലേസിൽ നമ്മൾ പോസ്റ്റ്. ഓക്കെ, പ്രീവിയസ് സെക്ഷൻ നമ്മൾ ഓൾ നമ്പേഴ്സ് എ ആൻഡ് ബി ആർ ടു ഓൾ നമ്പേഴ്സ്, ദെൻ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ചെക്ക് ചെയ്യൂ. അഡീഷന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ കേസിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ, ഡിവിഷന്റെ കേസിൽ എ ഡിവൈഡ് ബൈ ബി ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ എ. ഓക്കെ, ഈ കേസിൽ അഡീഷന്റെ കേസിൽ നമ്മൾ ഇവിടെ ഇൻഡിജേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ അഡീഷന്റെ കേസ് ആണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആകുമ്പോൾ നമുക്ക് എന്താണ് ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ, therefore integers commutative under addition. സബ്ട്രാക്ഷന്റെ കേസിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സബ്ട്രാക്ഷന്റെ കേസിൽ രണ്ട് ഇൻഡിജേഴ്സ് സെലക്ട് ചെയ്യുക, then check the commutative or not. Same multiplication and division, your work. നിങ്ങൾ ചെയ്യുക. സബ്ട്രാക്ഷന്റെ കേസിൽ ഇതേ പ്രൊസീജിയർ, ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് സബ്ട്രാക്ഷന്റെ കേസിലാവുമ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ ആണോ ചെക്ക് ചെയ്യുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കമ്മ്യൂട്ടേറ്റീവ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുക. ഓക്കെ, അതേ കേസിൽ തന്നെ ഡിവിഷന്റെ കേസിൽ രണ്ട് ഇൻഡിജേഴ്സ് എടുക്കുക, എന്നിട്ട് എ ഡിവൈഡ് ബൈ ബി ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ എ ആണോ ചെക്ക് ചെയ്യുക. ആണെങ്കിൽ എന്ത് ചെയ്യുക, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, ഷുവർ ഫോം. ഓക്കെ, then next rational numbers. Whole numbers or integers. The next rational numbers. Rational numbers, select two rational numbers and addition the case number check. Okay, means a plus b equal to b plus a. This is the commutative form of commutative. Okay, ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ആ ഫസ്റ്റ് അഡീഷന്റെ കേസ് minus 2 by 3 plus 5 by 7 equal to
minus 2 into 7 minus 14 plus 3 into 5 15 all divided by 3 into 7 21 equal to minus 14 plus 15 1 by 21 1 by 21. Then change position. Change position. 5 by 7 plus means b plus a. You want to check b plus a. A plus b 1 by 21. Then b plus a. 5 by 7 plus minus 2 by 3 equal to 5 into 3 15 plus 7 into minus 2 minus 40 all divided by 3 into 7 21 equal to 15 plus minus 4 1 by 21. Yes. A plus b equal to b plus a plus b equal to b plus b. Therefore, rational numbers, in case of rational numbers are commutative under addition. Rational numbers are commutative under addition. Similarly, okay, subtraction case. Subtraction case say here method apply ചെയ്യുക. A minus b equal to b minus a ആണോ ഇവിടെ ചെക്ക് ചെയ്യുക. എക്സാമ്പിൾ 2 by 3 5 by 4 ഇത് സെലക്ട് ചെയ്യുക എന്നിട്ട് 2 by 3 plus 5 by 4 ചെയ്യും. ആൻസർ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. Then next ക്വസ്റ്റ്യൻ മാറ്റി തന്നെ b plus a ചെയ്യുക. 5 by 4 plus 2 by 3 sorry 5 by 4 minus 2 by 3 ഫസ്റ്റ് 2 by 3 minus 5 by 4 ആൻസർ അവിടെ മാർക്ക് ചെയ്യുക. Then 5 by 4 minus 2 by 3 a minus b equal to b minus a ആണെങ്കിൽ okay ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് remark your result. Okay, then next multiplication minus 7 by 3 into 6 by 5 equal to value mark. Then 6 by 5 into minus 7 by 3 until same value ആണെങ്കിൽ commutative mark ചെയ്യുക, അല്ലെങ്കിൽ not commutative. Similarly division. Okay, addition case a and b are two rational numbers, then a divided by b equal to b divided by a ആണെങ്കിൽ എന്തുവരെ commutative or not commutative. Okay, check.